ഹായ്, ദിസ് ഈസ് മീ കസാഖ് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്. സ്റ്റാഫ് റിട്ടൻഷൻ അല്ലെങ്കിൽ ടാലൻറ്റ് മാനേജ്മെൻറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ടാലൻറ്റിനെ നമ്മുടെ കൂടെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ചാണക്യ ബിസിനസ് ക്ലബ്ബിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംപ്ലോയിയുടെ ഇൻവോൾവ്മെൻറ്റ്. കാരണം പല ആളുകളും പറയാറുണ്ട് എംപ്ലോയീസ് സിൻസിയറായിട്ടും സീരിയസ് ആയിട്ടും ഇൻവോൾവ് ചെയ്യുന്നില്ല. എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് എങ്ങനെ ബിസിനസ്സിലും ഓപ്പറേഷനിലും കൂട്ടാൻ പറ്റും? ഇതൊരു ഒരു പ്രശ്നം പിടിച്ച കാര്യം തന്നെയാണ്. കാരണം പലരും പറയാറുണ്ട് വെറുതെ ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ആത്മാർത്ഥത ഇല്ലാതെ വർക്ക് ചെയ്യുന്നു, രാവിലെ ചുമ്മാ വരുന്നു എന്നിട്ട് പോകുന്നു. പക്ഷെ ഒരു ആത്മാർത്ഥത ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. സോ ഇതിന് നമുക്ക് പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ഞാൻ വേഗം കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മേഖലയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നിങ്ങളുടെ ഓരോ ലെയർ എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായം എടുക്കണം എന്നല്ല, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആനുവലി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു സ്ട്രാറ്റജിക് മീറ്റിംഗ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിട്ട് ഇരിക്കാൻ പോകും. അതിന് സ്ട്രാറ്റജിക് മീറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടീമിനോട് ഇൻഫോം ചെയ്യാം, യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ അടുത്ത വർഷത്തേക്കുള്ള സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു അഭിപ്രായവും പേഴ്സണലായിട്ട് മെയിലായിട്ട് നിങ്ങളുടെ പേരോട് കൂടിയിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. ആ നല്ല അഭിപ്രായങ്ങൾ, ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായങ്ങൾക്ക് തീർച്ചയായിട്ടും റിവാർഡുകൾ ഉണ്ടാകും, സമ്മാനങ്ങൾ ഉണ്ടാകും. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ ചേർന്ന് കഴിഞ്ഞാലേ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. എന്തിൽ? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ. എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണ്ട, എടുക്കേണ്ട കാര്യം മെയിൽ അയക്കാം, അല്ലെങ്കിൽ ലെറ്ററായിട്ട് വാങ്ങിക്കാം, ഏത് രീതിയിലും വാങ്ങിക്കാം. ഇതെല്ലാം നിങ്ങളുടെ സ്ട്രാറ്റജിക് മീറ്റിങ്ങിനകത്ത് ഈ അഭിപ്രായങ്ങളും സജഷൻസും മുഴുവനായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നെന്ന് മാത്രമല്ല, യെസ് ഞങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കുന്നുണ്ട്. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ആംഗിളിൽ സൊല്യൂഷൻ തരാൻ അവർക്ക് കഴിഞ്ഞേക്കാം. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിയിൽ ഗ്രോ ചെയ്യാം. അയാളെ നമ്മൾ സ്പെഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അഭിപ്രായത്തിന് മൂല്യം കൊടുക്കുന്നുള്ളത് അവരുടെ ഇൻവോൾവ്മെൻറ്റും അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൂട്ടും. രണ്ടാമത്തത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ബിസിനസ്സിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കരുത്. മറിച്ച് ചെറിയ ഫെസ്റ്റിവലുകൾ വരുന്നു, ഓണാഘോഷം വരുന്നു, ക്രിസ്മസ് വരുന്നു, വിഷു വരുന്നു, അത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ടീമിനോട് പറയുന്നു യെസ് നമുക്ക് ഓണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങൾ 2, 3, 4 ടീമായിട്ട്, ചെറിയ ഓർഗനൈസേഷനാണ്, ഒരു 10 പേരൊക്കെ ഉള്ളൂ അവിടെയെങ്കിൽ, ഒറ്റ ടീമായിട്ട് നിങ്ങളത് പ്ലാൻ ചെയ്യുന്നു. നിങ്ങളതിന് ഈവൻറ്റ് ഇന്നയാൾ ചെയ്യുന്നു, നിങ്ങളാണത് നടത്തേണ്ടത്. അത് വിജയിപ്പിക്കുന്ന രീതി നിങ്ങളത് ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടെ അതിന് വേണ്ടിയിട്ട് ഓടുന്നു, ചാടുന്നു, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ഓർഗനൈസേഷൻ ആണെന്നുള്ള ഓണർഷിപ്പ് ഫീൽ വരുന്നു, നമ്മളുടേതാണെന്നുള്ള ഫീൽ വരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷൻ, ആ ടീം സ്പിരിറ്റ് അവരെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളും വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ആഘോഷങ്ങളിൽ മാത്രം അവർ ഏൽപ്പിക്കുക എന്നുള്ളതല്ല. ഒരു ഈവൻറ്റ് വരുന്നു, അതിനകത്തൊരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നു, നന്നായിട്ട് ചെയ്യുന്നു ഉറപ്പ് വരുത്തുന്നു, എന്നിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഡെലിഗേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് ഈ ഇൻവോൾവ്മെൻറ്റിനെ വലിയ രീതിയിൽ സഹായിക്കുന്നതാണ്. കാരണം അവർക്ക് അവരുടെ കോൺട്രിബ്യൂഷനും അവരുടെ കോൺട്രിബ്യൂഷനും അവരെടുക്കുന്ന ഓണർഷിപ്പിനും റിവാർഡ് കൊടുക്കുന്ന ഒരു അവസരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിലും അതുപോലെ തന്നെ കൂടുതൽ ഡെലിഗേഷനിലും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളുടെ നല്ല പെർഫോമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കൂടെ നിർത്താൻ പറ്റുകയും അവരെ മാനേജ് ചെയ്യാൻ പറ്റുകയും എല്ലാം ചെയ്യും. സോ അത് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ്. സോ ഇതുപോലെ ബിസിനസ്സിനെ കുറിച്ച് ആഴത്തിൽ ടീം മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, സെയിൽസ്, സ്ട്രാറ്റജി പെർഫോമൻസ്, പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഴത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാണക്യ ബിസിനസ് ക്ലബിൻ്റെ ഭാഗമാകാം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമാണ്. ഓൺട്രപ്രണേഴ്സിന് മാത്രമുള്ളൊരു പ്രാക്ടിക്കൽ MBAക്ക് തുല്യമായിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാമാണത്. സോ ബിസിനസ്സിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് നെക്സ്റ്റ് ഇയറിൽ നിങ്ങളുടെ ബിസിനസ്സിനെ 10 ഇരട്ടി ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കൽ കൂടി ചാണക്യ ബിസിനസ് ക്ലബ്ബിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ദിസ് ഈസ് മീ കസാഖ് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്.